നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ അഗ്നിമൃഗം എന്ന സിനിമയിൽ ദേവരാജൻ മാഷും വയലാറും ചേർന്നൊരുക്കിയ രസകരമായ ഒരു ഗാനമുണ്ട്. മരുന്നോ നല്ല മരുന്ന്, അരം മരുന്ന്, പൊടിമരുന്ന്, വാറ്റുമരുന്ന്, നീറ്റുമരുന്ന്, മരുന്നോ നല്ല മരുന്ന്. എല്ലാ അസുഖത്തിനുമുള്ള മരുന്ന് ഈ വൈദ്യരുടെ കയ്യിലുണ്ട്. എങ്ങനെ അത് സമം ചേർത്ത് ഉപയോഗിക്കണമെന്നും വൈദ്യർ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. മാർക്സിസ്റ്റ് ഭരണമെന്ന മഹാവ്യാധിക്ക് ജനങ്ങൾ യഥാവിധി മരുന്ന് നിർദ്ദേശിച്ചത് പിണറായി വിജയനും ഗോവിന്ദനും സെറ്റുകാർക്കും നമുക്ക് വീതിച്ചു കൊടുക്കാം. ഗോവിന്ദൻ്റെയും കണ്ണൂർ സെറ്റിൻ്റെയും അരപ്പിരിക്കും മുഴുപ്പിരിക്കും വാറ്റുമരുന്നാണ് ഏറെ ഉത്തമം. അത് ഇ പി ജയരാജന് കൊടുക്കുമ്പോൾ അല്പം കള്ള് കൂടി സമം ചേർക്കണം. കാരണം അത് മികച്ചൊരു പോഷകാഹാരമാണല്ലോ. എം പി രാജേഷിൻ്റെയും പി രാജീവിൻ്റെയും വാസവൻ്റെയും അസൂയയ്ക്കും വസൂരിക്കും നീറ്റുമരുന്നാണ് ഉത്തമം. തോറ്റു തുന്നം പാടിയ വനിതാ മന്ത്രിമാരുടെ കണ്ണുകടിക്ക് പൊടിമരുന്ന്, ശിവൻകുട്ടിയുടെ കറക്കിയടിക്ക് കരിമരുന്ന്, പി ശശിയുടെയും കടകംകൊള്ളി സുരേന്ദ്രൻ്റെയും കഷണ്ടിക്കും പ്രേമത്തിനും മറുമരുന്ന്, മരുമകൻ്റെ കടക്കണ്ണിലെ വ്യാധിക്കുമുണ്ട് ചില മരുന്നുകൾ. മരുന്നോ നല്ല മരുന്ന്. എന്തു പറയാനാ വൈദ്യരെ? വൈകുംബം വൈകുംബം. ഈ തോറ്റമ്പിയ വിപ്ലവകാരികൾക്ക് വയറ്റിനകത്തൊരുണ്ടുകയറ്റം. അകത്തുനിന്നും മുളച്ചു വന്ന മൂന്നാം ഭരണമെന്ന സ്വപ്നത്തിൻ്റെ വേരെല്ലാം ചീഞ്ഞു പോയിരിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ ചാനൽ ചാവേറുകൾക്കും സൈബർ കമ്മികൾക്കും മനസ്സിനകത്ത് ഒരു ലൊട്ടിലൊടുക്കാണ് വൈദ്യരെ. പേടിക്കേണ്ട, നിങ്ങൾക്കും തരാം. അനിൽകുമാറിനും അരുൺകുമാറിനും ജയിക്കാതി വടകങ്ങൾക്കും ഒരു കഴഞ്ചു മരുന്നിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതെങ്ങനെ വേണമെന്ന് വൈദ്യര് പറഞ്ഞു തരും. ഒലക്ക ചുട്ട് ആരു നീക്കി ഒരു കഴഞ്ച്. സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഇരിക്കുന്നവർക്ക് പ്രത്യേക മരുന്നാണ്. ഇരുമ്പ് ചുട്ട് തുരുമ്പു നീക്കി അരക്കഴഞ്ച്. ഈ പറഞ്ഞതെല്ലാം കൂടി എടുത്തുണക്കി പൊടിച്ചു വെച്ച് ചൂരൽ കഷായമിട്ട് മടുക്കുപോളം 3 നേരം പിണറായി വിജയൻ ജനങ്ങൾ തന്നെ കൊടുത്തു. അതോടെ ഭരണത്തിലിരുന്നുള്ള ലൊട്ടിലൊടുക്കും തട്ടിപ്പും പറന്നു. സത്യത്തിൽ ഭരണനഷ്ടത്താൽ ബോധാബോധങ്ങൾ നഷ്ടപ്പെട്ട സകല മുൻമന്ത്രിമാരും CPM നേതാക്കളും എത്ര ചികിത്സിച്ചാലും ഭേദമാക്കാത്ത മാറാവ്യാധിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണാത്തത്ര ഗുരുതരമായ ഒരു രോഗമാണിത്. ഭരണത്തിൽ നിന്നും ജനം ഒരു സർക്കാരിനെ തൂത്തെറിഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് മര്യാദയ്ക്കിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ സ്റ്റാലിനോ അവരുടെ മറ്റു നേതാക്കളോ ഇങ്ങനെ ചളവാ ചപ്പി നിത്യവും വന്ന് സംസാരിക്കാറുണ്ടോ? കർണാടകയിലും അതില്ല. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് ഇവിടെ UDF-നെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ. തോൽവിയുടെ കനത്ത ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാനായി പാർട്ടി ഒരു തീരുമാനമെടുത്തിരുന്നു. ഒറ്റ ദിവസം പോലും അവന്മാർക്ക് സ്വസ്ഥത കൊടുക്കാൻ പാടില്ല. അതവർ യഥാവിധി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 2 മണിക്ക് ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം ഉണ്ട് എന്നൊക്കെയുള്ള കാർഡുകൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു AKG സെൻറ്റർ കിടുങ്ങി വിറയ്ക്കുമെന്ന്. മുമ്പിലിരിക്കുന്ന മാധ്യമപ്രവർത്തകരെയും അത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയും കൊഞ്ഞനം കുത്തുന്ന പരിപാടിക്കാണ് ഗോവിന്ദൻ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്. വരാൻ പാടില്ല. അതിനെന്താ സംശയമുള്ളത്? ഞങ്ങൾ അന്ന് അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. പാർട്ടി പത്രത്തിൽ എന്തെല്ലാം ശരിയാ വരിക, ചിലപ്പോൾ തെറ്റും വരൂലേ, അത്രയേ ഉള്ളൂ. അത് കണ്ടാൽ മതി. അങ്ങനെ കൂടുതൽ തെറ്റൊന്നുമില്ല. അത് മനോരമക്കാണ് കൂടുതൽ തെറ്റ് വരുന്നത്. നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. ഓരോ വാർത്താ സമ്മേളനം കഴിയുമ്പോഴും ഗോവിന്ദനെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിളിക്കാൻ തോന്നും മ്ലാഷ് എന്ന്. ഗോവിന്ദൻ ചെവിയാട്ടുകയാണോ തലയാട്ടുകയാണോ പുലയാട്ടുകയാണോ എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം G സുധാകരൻ പറഞ്ഞത് ഗോവിന്ദൻ എത്രയും വേഗം വായടച്ച് AKG സെൻറ്ററിൻ്റെ ഷട്ടർ താഴ്ത്തി സ്ഥലം വിടണമെന്നാണ്. പക്ഷേ പിണറായി ചെല്ലാതെ ഗോവിന്ദൻ പോകില്ല. ED സംഘം ഇപ്പോൾ ഗോവിന്ദൻ്റെ പിന്നാലെയും കൂടിയിട്ടുണ്ട്. ഗോവിന്ദൻ ആരെയൊക്കെ വിളിച്ചു എന്നതിൻ്റെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. മിക്കവാറും പിടി വീഴാനാണ് സാധ്യത. കണ്ണൂരിൻ്റെ ഒരു മൂലയ്ക്കിരിക്കുന്ന KK രോഗേഷ് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞങ്ങ് അടിക്കുകയാണ്. കളമശ്ശേരിയിൽ ആത്മനിഷ്ഠ ഘടകത്തെ താലോലിച്ചു കൊണ്ടിരിക്കുന്ന P രാജീവ് സതീശനെ മാന്യത പഠിപ്പിക്കുന്നു. രാകേഷിൻ്റെ സൂക്കേട് ഇപ്പോൾ മറ്റൊന്നുമല്ല, വിഴിഞ്ഞത്തിരുന്ന ആകാശഗംഗയെ പറപ്പിച്ചതാണ് പുള്ളിക്ക് കുഴപ്പമായത്. സതീശൻ എന്തിനാണ് തുറമുഖവും ധനവകുപ്പും എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നതെന്നാണ് കളമശ്ശേരി രാജീവിൻ്റെ ചോദ്യം. കുറച്ച് വകുപ്പുകൾ രാജീവിൻ്റെ കയ്യിൽ കൊടുത്താൽ പുള്ളി നന്നായി ഭരിച്ചു തന്നേനെ. ഇതിനിടയിൽ ചിരിക്കുകയാണോ കരയുകയാണോ എന്നറിയാത്ത തരത്തിൽ വാസവനും പ്രത്യക്ഷപ്പെട്ടു. മുഖ്യമന്ത്രി അനുദിനം കുപ്രസിദ്ധനായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വാസവൻ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ
ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളെല്ലാം നമ്മൾ കണ്ടു. അദ്ദേഹം കുപ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സുപ്രസിദ്ധനായി നമ്മുടെ നിലവിൽ നടക്കുന്ന വേൾഡ് കപ്പിൽ റൊണാൾഡോ സുപ്രസിദ്ധനായി ചരിത്രം സൃഷ്ടിച്ചെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ 1 മാസത്തിനുള്ളിൽ 6 കാര്യങ്ങളിൽ കുപ്രസിദ്ധനായി മുഖ്യമന്ത്രി സെൽഫ് ഗോൾ അടിച്ച് വാസവൻ തുറമുഖവും ദേവസ്വവും ഒക്കെ ഭരിക്കുന്ന കാലമായിരുന്നു നമ്മുടെ സുവർണ കാലം. അമ്പലം മുഴുവൻ കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന കൊള്ളസംഘത്തിൻ്റെ പ്രതിനിധിയാണ് കുപ്രസിദ്ധിയെപ്പറ്റിയൊക്കെ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ചപ്പോൾ ഈ മാന്യം ചോദിച്ചത് വീണ ജോർജ് ചെന്ന് കെട്ടിടം താങ്ങി നിർത്തണമായിരുന്നു എന്നാണ്. അയ്യപ്പൻ്റെ സ്വർണം കട്ടതിന് മുൻ ദേവസ്വം മന്ത്രിമാരെ എല്ലാവരെയും SIT ചോദ്യം ചെയ്യുമെന്ന് കേൾക്കുന്നു. ശിവൻകുട്ടിയാണെങ്കിൽ ഒറ്റ ദിവസം പോലും അടങ്ങിയിരിക്കുന്നില്ല. പുള്ളിക്കിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാകണം. DYFIക്കാർ രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം കട്ടിലിരിക്കും. ഇന്ന് എന്ത് സമരാഭാസങ്ങൾ കാണിക്കണമെന്നാണ് അവന്മാരുടെ ആലോചന. SFI നേതാക്കളായ ശുക്ലപ്രസാദും മറ്റും ഓരോ കെട്ട് ബ്ലേഡും കയ്യിൽ വെച്ച് കാത്തിരിക്കുകയാണ്, ഏത് കയർ മുറിക്കണം, ആരുടെ മുടി മുറിക്കണം എന്നറിയാതെ. ചുരുക്കി പറഞ്ഞാൽ സകലതും പിരിയിളകി തെക്കുവടക്കങ്ങ് നടക്കുകയാണ്. ഇവരെല്ലാവരും കൂടി മല പോലെ ഓരോ സാധനങ്ങൾ പൊക്കിക്കൊണ്ട് ഓരോ ദിവസവും വരും. ആ കുന്നിടിഞ്ഞ് ഇവരുടെ സ്വന്തം തലയിൽ തന്നെ വീണ് ദിവംഗതരാകും. നിയമസഭയിൽ വെച്ച് തന്നെ അപമാനിച്ച ബാലഗോപാലിനോടുള്ള പകയും മനസ്സിൽ വെച്ച് നനഞ്ഞ കോഴി നേരത്തെ വീട്ടിൽ കയറിയിരിക്കും. മകളുടെ ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല, വസ്തുവിൻ്റെ പ്രമാണവും കയ്യിൽ നിന്ന് പോയതിൻ്റെ ദുഃഖമാണ് അച്ഛന്. ആധാരവും കയ്യിൽ വെച്ച് ആ 80 സെൻറ്റ് വസ്തുവിൽ കയറി കുറ്റിയടിച്ച് പൊറുതി തുടങ്ങുമോ ED എന്നാണ് ഭയം. ഇങ്ങനെ പോയാൽ പിണറായി വിജയനെ ED കട്ടിലടക്കം എടുത്തുകൊണ്ട് പോയാൽ പോലും ആരും ചോദിക്കാൻ ചെല്ലാത്ത അവസ്ഥയാണ്. ഒന്ന് ചോദിക്കാൻ ചെന്നതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിച്ച് തീർക്കുകയാണ് അകത്ത് കിടക്കുന്നവന്മാർ. അതും പോരാഞ്ഞിട്ട് ഇവന്മാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് PSC എന്ന സ്ഥാപനത്തെ മുച്ചൂടും മുടിച്ച് സ്വന്തക്കാരെ മുഴുവൻ റാങ്ക് കൊടുത്ത് അകത്താക്കി. വർഗവഞ്ചകർ ഒരു ഭാഗത്തുകൂടി പാർട്ടിയെ നിത്യവും കശക്കിക്കൊണ്ടിരിക്കുന്നു. സുധാകരൻ കമ്മ്യൂണിസം എന്തെന്ന് നിത്യവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സഖാക്കൾക്ക്. ED ആണെങ്കിൽ മകളെയും മരുമകനെയും ഉൾപ്പെടെ വേട്ടയാടുകയാണ്. കണ്ണൂരെ ത്രിഗുണന്മാരായ ജയരാജന്മാരുടെ നേതൃത്വത്തിലുള്ള കുമ്മാട്ടി സംഘം എപ്പോൾ പിണറായിക്കെതിരെ തിരിയുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അതിന് കുറച്ചുകൂടി വളരാനുണ്ടെന്ന് തോന്നുന്നു. നിയമസഭയിൽ ചെന്നാൽ അവിടെയിട്ട് ഭരണപക്ഷം അലക്കി വെളുപ്പിക്കുകയാണ്. പ്രതിപക്ഷമാണെങ്കിൽ സർക്കാരിനെതിരെ എന്താരോപണം കൊണ്ടുവന്നാലും ഒറ്റ ദിവസം പോലും അതിനായുസില്ല. ഇന്ന് ചാവാൻ നേരവുമില്ല, നാളെ ചാവാൻ കാലനുമില്ല എന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസം ഇപ്പോൾ.